ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങളുടെ നിയോഗങ്ങളിൽ ഈശോയുടെ അത്ഭുത കരം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും. 3 ദിവസം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം ലഭിച്ചിട്ടുള്ള 100 കണക്കിന് ആളുകളുടെ ടെസ്റ്റിമണി ഞാൻ ഒരിക്കൽ വായിക്കാനിടയായി. അങ്ങനെയാണ് ഈ പ്രാർത്ഥന എനിക്കും പരിചിതമായത്. ചെറിയൊരു പ്രാർത്ഥനയായതിനാൽ തന്നെ ചില പ്രതിസന്ധി സമയങ്ങളിൽ സഹായത്തിനായി ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഒത്തിരി തവണ എൻ്റെ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേയേറെ പ്രാർത്ഥനകൾ ഈ നാളുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. ഒത്തിരി പേർക്ക് ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കരുണയും അത്ഭുതകരമായ ഇടപെടലും ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തുടർച്ചയായി 3 ദിവസം ഈ പ്രാർത്ഥന ചൊല്ലുക. ദിവസത്തിൽ 3 തവണയോ 9 തവണയോ അല്ലെങ്കിൽ 33 തവണയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ മറക്കാതെ കമൻ്റായിട്ട് എഴുതി അതൊന്ന് സാക്ഷ്യപ്പെടുത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മുടെ ആവശ്യം മനസ്സിലോർത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായി മാറുമല്ലോ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.